ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിജോ ജോസഫ്. ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ഞാൻ ഇടവക മലങ്കര കത്തോലിക്ക ആണ്. എളമണ്ണൂർ ഇടവകയാണ്. ഞാൻ കൃപാസനത്തെ പറ്റി എനിക്ക് ആദ്യമേ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ലോൺ ഉണ്ടല്ലോ, ഓൺലൈൻ ലോൺ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഓൺലൈൻ്റെ ലോൺ കിട്ടി. പക്ഷേങ്കിൽ അവരാദ്യം ഒരു 10,000 രൂപ എനിക്ക് തന്നു. 4,000 രൂപ പ്രോസസ്സിങ് ഫീ ആയിട്ട് പിടിച്ചു. ഒരാഴ്ച കൊണ്ട് 10,000 രൂപ ഞാൻ അടയ്ക്കണം. അങ്ങനെ വന്നപ്പം വീണ്ടും അവരെനിക്ക് ലോൺ തരാൻ തന്നു. ഞാൻ എടുക്കുകയും ചെയ്തു. അവസാനം എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൻ്റെ ഫോണെല്ലാം ഹാക്ക് ചെയ്തു. എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ എൻ്റെ ഫോട്ടോ സഹിതം അയച്ചു കൊടുത്തു. എന്നിട്ട് എന്നെ കാണുവാനില്ല, ലോൺ എടുത്തു, കാണുവാനില്ലെന്നൊക്കെ പറഞ്ഞ് അവരയച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് ജസ്റ്റ് നോക്കിയപ്പം കൃപാസന മാതാവിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കാണുകയുണ്ടായി. ഇങ്ങനെ ഓരോ അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ മാറ്റുകയും അവർ സാക്ഷ്യപ്പെടുത്തുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ടായി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ തീരുമാനമെടുത്തു, എന്നാൽ കൃപാസനത്തിൽ പോകാം. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, സഞ്ചാരി മാതാവാണ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ മാതാവ് സംരക്ഷിച്ചുകൊള്ളും എന്നൊരു വചനവും വാക്കും ഞാൻ കേട്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കൃപാസനത്തിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ വന്നു. അപ്പോൾ എൻ്റെ നിയോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം പരിഹരിക്കണം. പിന്നെ കുറച്ച് നിയോഗങ്ങളുണ്ടായിരുന്നു, വീടിൻ്റെ പണി, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് നിയോഗം എഴുതി വെച്ചത്, അമ്മ സഞ്ചാരി മാതാവാണ്, ഞാൻ ഈ ഓൺലൈൻ ലോൺ ഞാൻ അവർ തന്നതിനേക്കാളും കൂടുതൽ പൈസ ഞാൻ അവർക്ക് അടച്ചതാണ്, എന്നിട്ടും അവരെന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ എഴുതി വെച്ച നിയോഗം, സഞ്ചാരി മാതാവാണ്, അമ്മ അവരുടെ അടുത്ത് ചെന്ന്, അവരുടെ കമ്പ്യൂട്ടറിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, എൻ്റെ പേരും എൻ്റെ നാട്ടുകാരുടെയും എൻ്റെ ഫോണിലുള്ള എല്ലാവരുടെയും നമ്പേഴ്സ് എല്ലാം ഉണ്ട്. അത് അമ്മ അവിടെ ചെന്ന്, ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോൾ ഉടമ്പടി എടുത്ത് ചെന്ന് പിറ്റേ ദിവസം തൊട്ട് അമ്മ ഡിലീറ്റ് ചെയ്ത് അവരെന്നെ വിളിക്കരുത് എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ചെന്നു. പിറ്റേ ദിവസം തൊട്ട് ആർക്കും എൻ്റെ ഫോട്ടോയോ എൻ്റെ മെസ്സേജോ അല്ല എൻ്റെ ഫോൺ നമ്പറോ വെച്ചൊരു ഫോട്ടോസും ഒന്നും വരുന്നില്ല. അവരെന്നെ വിളിച്ചുമില്ല, ഇന്ന് വരെ അവരെന്നെ വിളിച്ചിട്ടുമില്ല. അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമായിരുന്നു. രണ്ടാമതായിട്ട് എനിക്കൊരു ഭവനം വെക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പം പൈസയൊന്നുമില്ല, നമ്മുടെ സ്ഥലം എന്തെങ്കിലും വിറ്റാൽ മാത്രമേ നമുക്ക് വീട് വെക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ഞാനിവിടെ വന്ന് ഞാൻ നിയോഗം എഴുതിയത്, എൻ്റെ സ്ഥലമൊന്നും കൊടുക്കരുത്, അമ്മ എന്നെ സഹായിച്ച് എനിക്ക് വീട് വെക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളിപ്പോൾ പഴയ താമസിച്ചുകൊണ്ടിരുന്ന വീട് വാങ്ങിക്കാനായിട്ട് ഒരാൾ വന്നു. അദ്ദേഹം വന്നിട്ട് നമുക്ക് 1,00,000 രൂപ ടോക്കൺ തന്നിട്ട് പറഞ്ഞു, ഞാൻ 3 മാസം കഴിയുമ്പോൾ വീട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് പോയി. ആ 1,00,000 രൂപയും കുറച്ച് സ്വർണ്ണം വീട്ടിലുണ്ടായിരുന്നു. അതും കൊണ്ട് ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ 3-ാം ദിവസം വീട് പണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ നമുക്ക് പൈസയൊന്നുമില്ലായിരുന്നു. അപ്പം ഒരു ദിവസം KSF-ന്ന് ഒരു ചിട്ടിയുടെ ചിട്ടി വന്നു. അപ്പോൾ 10,000 രൂപ ചിട്ടി വെച്ച് 100 പേര് 10,00,000 രൂപ. ആ ചിട്ടിയുടെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വൈഫിൻ്റെ കാശുരൂപം കൊടുത്തു മാതാവിൻ്റെ. എന്നിട്ട് പറഞ്ഞു, നീ പൊക്കോ, മാതാവ് സഹായിക്കുമെന്ന് പറഞ്ഞ് വൈഫിനെ വിട്ടു. അവിടെ ചെന്ന് ചിട്ടിയുടെ നമ്പർ വിളിച്ചു. അവൾ മാതാവേ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യത്തെ ചിട്ടി തന്നെ ഒന്നാമത് ഞങ്ങളുടെ നമ്പർ വരികയും 10,00,000 രൂപ അടിക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ 10,00,000 രൂപ നമുക്ക് കിട്ടത്തില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് തന്ന പൈസ കൊണ്ടല്ലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 10,00,000 രൂപയും കിട്ടിയില്ല. പക്ഷേ ഒരു മാതാവിൻ്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10,00,000 രൂപ എനിക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട് പണിയുടെ സമയത്ത് എല്ലാ മാസവും 10,000 വെച്ച് ചിട്ടിക്ക് കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ 10,00,000 രൂപ അടിച്ചതുകൊണ്ട് അവരവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു. എനിക്ക് ഇങ്ങോട്ട് 6,500 രൂപ പലിശ തരാൻ തുടങ്ങി. അപ്പോൾ 6,500 രൂപയുടെ കൂടെ 3,500 രൂപയുടെ കൊടുത്താൽ എനിക്ക് ചിട്ടി അടഞ്ഞു പോകും. അങ്ങനെ വീട് പണി തുടങ്ങിയപ്പോൾ എൻ്റെ വീട് പണിയുന്ന കോൺട്രാക്ടർക്ക് കുറേ നമ്മുടെ വീട് പണി തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി 4-5 വീട് അവിടെ പണിയാൻ കിട്ടി. അങ്ങനെ വന്നാൽ പുള്ളിക്ക് പൈസയായി. അപ്പോൾ എനിക്ക് പൈസ ഇല്ലെങ്കിലും പുള്ളി ആ പൈസ കൊണ്ട് എൻ്റെ വീട് ഇങ്ങനെ പണിതുകൊണ്ടിരുന്നു.
വൈഫിൻ്റെ അനിയത്തി കുറേ നമുക്ക് സ്വർണം തന്നു. അതുകൊണ്ടൊക്കെ വീട് പണി 4 മാസം കൊണ്ട് ഞാൻ 30 ലക്ഷം രൂപയുടെ വീട് പണിതു. അതിൻ്റെ ആ സമയത്ത് തന്നെ 1 ലക്ഷം രൂപ തന്ന അദ്ദേഹം വീട്ടിൽ ഒരു മാസം കഴിഞ്ഞ് വന്ന് പറഞ്ഞു, എനിക്ക് വേറെ വീട് കിട്ടി, എനിക്ക് നിങ്ങളുടെ വീട് വേണ്ട, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമ്പോൾ 1 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നിയോഗത്തിൽ എഴുതി വെച്ച് എൻ്റെ ഒരു സാധനങ്ങളും അല്ല എൻ്റെ ഒരു വസ്തുവും വിൽക്കാതെ എനിക്ക് വീട് വെക്കണം എന്ന് പറഞ്ഞ കാര്യം മാതാവ് എനിക്ക് നടത്തി തന്നു. ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് സാമ്പത്തികമായി എൻ്റെ അടുത്തൊരു നിയോഗമാണ്, എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൂടി വരുമ്പോൾ മാതാവിനെ സഹായിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നിന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കൊരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 40 ലക്ഷം രൂപ എനിക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ ആ 40 ലക്ഷം രൂപ കൊണ്ട് ഞാൻ 30 ലക്ഷം രൂപയുടെ വീട് പണിത ആ കടം വീട്ടുകയും 10 ലക്ഷം രൂപ എനിക്ക് മാതാവ് എക്സ്ട്രാ ആയിട്ട് തരികയും ചെയ്തു. അമ്മ മാതാവ് ഭയങ്കര അനുഗ്രഹമാണ് എനിക്ക് അതുവഴി നടത്തി തന്നത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ളവർക്കും പിന്നെ പാവപ്പെട്ട കുറേ പേർക്ക് എന്നെ അറിയാവുന്നോ അല്ല എനിക്ക് കാണാവുന്നോ ഞാൻ ചെല്ലുന്നിടത്ത് കാണുന്നതുമായ എല്ലാ ആൾക്കാരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പത്രം ഞാൻ എൻ്റെ നാട്ടിലും പിന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്തെല്ലാം ഞാൻ പത്രം കൊടുക്കുകയായിരുന്നു. പിന്നെ മാതാവിൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും ഞാൻ പങ്കുവെക്കുമായിരുന്നു. അവരൊത്തിരി പേര് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്, അവർ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുർബാനയ്ക്കൊക്കെ പോകുന്ന ഞങ്ങൾ മലങ്കരക്കാരായതുകൊണ്ട് അവിടെ ഞായറാഴ്ച മാത്രമാണ് കൂടുതലും ഞങ്ങളുടെ പള്ളികളിൽ കുർബാനയുള്ളത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോവുകയും സന്ധ്യപ്രാർത്ഥന മുടക്കം വരുത്തിയിട്ടില്ല. ബൈബിൾ വചനം വായിക്കുകയും അരമണിക്കൂർ സാധിക്കുന്നതിൽ അതിൽ കൂടുതൽ ബൈബിൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ യേശു തമ്പുരാനും മാതാവിൻ്റെ മധ്യസ്ഥ വഴി കിട്ടിയ എൻ്റെ അമ്മ മാതാവിനും എല്ലാവിധ നന്ദിയും എല്ലാവിധ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിന് നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. സങ്കീർത്തനം 111, 4, 5 വചനങ്ങളാണ്. ഇവിടെ ഈ മകൻ പറയുന്നത് അസാധ്യമായ കാര്യം സാധ്യമാക്കി തരുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. ആ അമ്മ ഈശോയോടാണ് എല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് അസാധ്യമായത് സാധ്യമാക്കുന്നത്. അതും ഈ മകൻ്റെ കാര്യവും ഇത്രയും സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള സമയത്ത് എങ്ങനെ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ മേലാത്ത സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലിലൂടെയാണ്, മധ്യസ്ഥതയിലൂടെയാണ് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലിജോയുടെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ആകാൻ സാധിച്ചത്. അത് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ലിജോ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഭവനം. അതും അധികം ലോണൊന്നുമില്ലാതെ കടബാധ്യതയില്ലാതെ എങ്ങനെയൊരു ഒരു കുടുംബം ഒരു ഭവനം ഉണ്ടാക്കി തരണമേ എന്നാണ് അമ്മയോട് നിയോഗം വെച്ച് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 3-ാം ദിവസം തന്നെ ഭവനത്തിൻ്റെ പണി തുടങ്ങി. കയ്യിലൊന്നുമില്ല, എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ചിട്ടി വീഴുകയും അതും 10 ലക്ഷത്തിൻ്റെയാണ്. പക്ഷേ അവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് വെച്ച് തന്നെയാണ് ഓരോ പണികളും മുന്നോട്ട് പോകുന്നത്. അവിടെയും മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കോൺട്രാക്ടർ ആ ഭവനം നിർമ്മിക്കാനെടുത്ത കോൺട്രാക്ടറിന് തന്നെ ആ പ്രദേശത്ത് പല വീടുകളും ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റ് ബേസിസിൽ ജോലി കിട്ടി. അപ്പോൾ മറ്റ് ഭവനങ്ങൾ ഉണ്ടാക്കുവാനുള്ള ആ എമൗണ്ട് വെച്ച് ലിജോയുടെ ഭവന നിർമ്മാണവും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. കോൺട്രാക്ടർ പറഞ്ഞു പതുക്കെ പൈസ തന്നാൽ മതി. അവിടെ ഈ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിട്ടാണ് ലിജോ സാക്ഷ്യപ്പെടുത്തുന്നത്. കോൺട്രാക്ടറിന് മറ്റ് വീടുകൾ നിർമ്മിക്കാനുള്ള പണി ലഭിച്ചപ്പോഴാണ് ആ പൈസയിൽ നിന്ന് ലിജോയുടെ ഹൗസും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. പിന്നീട് പതുക്കെ ലിജോ ആ പേയ്മെൻ്റ് എല്ലാം നടത്തുകയാണ്. പിന്നീടാണ് യാദൃശ്ചികമായിട്ട് നമുക്ക് പിന്നീട് വീണ്ടും ഒരു 40 ലക്ഷം കിട്ടുകയാണ്. അതും ഒരു അപ്രത്യക്ഷമായ രീതിയിലാണ് മാതാവിൻ്റെ ഒരു ഇടപെടൽ. അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാ കാശും ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം ഒരുമിച്ച് വീട്ടുവാനായിട്ടാണ് ലിജോയ്ക്ക് സാധിച്ചത്. അവിടെ ഈശോയുടെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ലിജോ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഓരോ കാര്യത്തിനും ഓരോ ആവശ്യത്തിന് പോകുമ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി കാശിലും ഒക്കെ ആയിട്ടാണ്. ചിട്ടി വിടാൻ പോയപ്പോഴത്തേനും
അന്നത്തെ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൈവശം ഉണ്ടായിരുന്നു. ഉടമ്പടി കാശ് രൂപം കയ്യിൽ വെച്ച് ലിജോ വൈഫിനെ പറഞ്ഞു വിട്ടപ്പോൾ കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചാണ് ഇവർ ഓരോ കാര്യത്തിന് പോകുന്നത്. പിന്നീട് ആ 40 ലക്ഷത്തിൻ്റെ അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചെടുത്തു. അതവിടെയും ഈശോയും അമ്മയെ അനുഗ്രഹിക്കുകയാണ്. എല്ലാം നമ്മുടെ കുറവുകൾ നിറവുകളാക്കുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ അവരുടെ ഭവനത്തിലുണ്ടായിരുന്ന കുറവുകളാണ് അമ്മ നിറവാക്കിയത്. ഈശോയോട് ചെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എന്നാണ്. പക്ഷെങ്കിൽ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. ഉടമ്പടിയിൽ നാം ഇന്നും അതുതന്നെയാണ് ചെയ്യുന്നത്. അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നാം ഇന്ന് ഉടമ്പടിയിൽ കൂടി ചെയ്യുന്നത്. അത് പാലിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നിറവുകളാക്കി തരുന്നത് ഈശോയും അമ്മയും ചേർന്ന് നിന്നുകൊണ്ട്. ലിജോയുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. ഒരു നല്ലൊരു സ്കീമിൽ കൂടിയാണ് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യത്തിലും ഇടപെടുകയും ഇവരുടെ ജീവിതത്തിൽ ഓരോരോ പല വ്യക്തികളിൽ കൂടെ പല സാഹചര്യങ്ങളിൽ കൂടിയാണ് അമ്മ ഇവരെ കാത്ത് പരിപാലിച്ചത്. തന്നെയുമല്ല, സ്ഥലം വിൽക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തു. ആ അഡ്വാൻസുള്ള കാശ് അപ്പോൾ ഈ മകൻ പ്രാർത്ഥിച്ചത് അമ്മയെ സ്ഥലം വിൽക്കാതെ ഒരു വീട് മേടിക്കണം, കയ്യിലൊന്നുമില്ല താനും. പക്ഷേ അവിടെയും അമ്മ പ്രവർത്തിക്കുകയാണ്. സ്ഥലം മേടിക്കാൻ വന്ന ആൾ പിന്നീട് ആ ഡിസിഷൻ ക്യാൻസലാക്കിയിട്ട് ഈ മകനോട് പറയുകയാണ്, ഞാൻ അഡ്വാൻസായിട്ട് 1 ലക്ഷം തന്നു, അത് നീ കൈവശം വെച്ചോ, നിനക്ക് കയ്യിലാവുമ്പോൾ തിരിച്ചു തന്നാൽ മതിയെന്ന്. അങ്ങനെ ആ വീടും സ്ഥലവും വിൽക്കാതെ തന്നെ ഈശോയുടെയും അമ്മയുടെയും വലിയൊരു കൃപയാൽ തന്നെയാണ് ഇന്ന് ഈ മകന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എല്ലാ കാര്യവും നടത്തി തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നത്. തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അത്ഭുത പ്രവർത്തികൾ കാണുവാനും അവിടുത്തെ കൃപയും വാത്സല്യവും അനുഭവിക്കുവാനും ഭക്തർക്ക് ആഹാരം നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുന്ന് തൻ്റെ ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്ന, ഉടമ്പടി വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ഒപ്പമുള്ളത്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലിജോ ജോസഫിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.